PV അൻവറിന് മതമൗലികവാദ ചാപ്പകുത്തി CPM പ്രതിരോധം. അൻവറിന് പിന്നിൽ മതമൗലികവാദികളാണെന്നും ഇന്നലെ അൻവറിന്റെ യോഗം ആസൂത്രണം ചെയ്തത് SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്നും CPM ആരോപിച്ചു. മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയെ തന്നെ രംഗത്തിറക്കിയാണ് പാർട്ടിയുടെ പ്രതിരോധം. അതിനിടെ ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾക്കെതിരെ ലീഗ് രംഗത്ത് വന്നു. മലപ്പുറത്ത് നിന്ന് 180 കിലോ സ്വർണവും 123 കോടി രൂപയും കഴിഞ്ഞ 5 വർഷത്തിനിടെ പിടിച്ചിട്ടുണ്ടെന്നും ഇത് ദേശവിരുദ്ധ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നതാണെന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. അൻവറിന് പിന്നിൽ ആരാണ്? മതമൗലികവാദികളുടെ ആസൂത്രണമുണ്ടോ? പ്രതിരോധം വർഗീയ ചാപ്പകുത്തിയോ? മലപ്പുറത്തെ മുഖ്യമന്ത്രി അപമാനിച്ചോ? ഈ ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാർ, ഇടത് സഹയാത്രികൻ ശ്രീ KS ശബരിനാഥൻ, കോൺഗ്രസ് ശ്രീ ഉല്ലാസ് ബാബു, BJP ശ്രീ ഷാഫി ചാലിയം, മുസ്ലിം ലീഗ് ശ്രീ ജെയ്ക് സി തോമസ്, CPM എന്നിവർ. ആദ്യം ഡോക്ടർ പ്രേംകുമാർ, ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിനെ പല വഴിക്ക് പ്രതിരോധിക്കാം. PV അൻവർ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഒരു മാസമായി ഉന്നയിക്കുന്നു. അയാളൊരു മുസ്ലിം മതവിശ്വാസിയാണ്. ഒരു മുസ്ലിം മതവിശ്വാസി ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് അയാളെ മതമൗലികവാദിയാക്കലാണ് എന്ന ഒരു യുക്തിയിലാണോ CPM ഇപ്പോൾ ഇങ്ങനെ മതമൗലികവാദികളാണ് അൻവറിന് പിറകിലെന്ന് ആരോപിക്കാൻ കാരണം? അഭിലാഷ്, ഈ അൻവർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട് 2 തവണ ഞാൻ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ വിളിച്ചപ്പോൾ വരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അൻവറിനെ പറ്റി എന്താ പറയുക, ആരോപണ രൂപത്തിലുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഒരു വലിയ പരിധിവരെ സത്യസന്ധനായിട്ടുള്ള മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിൻ്റെ എന്താ പറയുക ഒരു ബേസ് ഉണ്ടാക്കുന്നതിൽ ആത്മാർത്ഥമായി തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു അൻവർ. അങ്ങനെയുള്ള ഒരാളെ പറ്റി നമ്മൾ കുറ്റം പറയുന്നതിലുള്ള വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊരു പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ചർച്ചേൻ്റെ അകത്ത് ഒരിടത്തും അൻവറിൻ്റെ സ്വത്ത് രാഷ്ട്രീയമോ അൻവറിൻ്റെ റിലീജിയസ് ഐഡൻറ്റിറ്റിയോ കേരളത്തിലെ പൊതുസമൂഹമോ മാധ്യമങ്ങളോ ഇടതുപക്ഷമോ CPMോ എടുത്തുപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാദ്യമായി നമ്മൾ കേൾക്കുന്ന അൻവറിൻ്റെ വായിൽ നിന്ന് തന്നെയാണ്. അത് പക്ഷേ ഒരിക്കലും അൻവർ എന്നുള്ള PV അൻവർ എന്നുള്ള ഒരാൾ ഏതെങ്കിലും തരത്തിൽ ഒരു മത ഐഡൻറ്റിറ്റി സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും നിലപാടിൽ മറ്റു പല കാര്യങ്ങളിൽ അയാളോട് നമുക്ക് വിയോജിപ്പുണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരിടത്ത് അയാൾ മതേതരവാദി അല്ലാതാവുമെന്നോ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു തർക്കത്തിലേർപ്പെടുകയും ഒരു വിവാദത്തിലേർപ്പെടുകയും ഒരു റിവലേഷൻസിൻ്റെ സീരീസ് നടത്തുകയും ചെയ്തിട്ട് തൻ്റെ ഗ്രിപ്പിൽ കാര്യങ്ങൾ വരുന്നില്ല എന്ന് തോന്നിയ ഒരു ഘട്ടത്തിലായിരുന്നിരിക്കണം 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമാനാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് അതാണോ എൻ്റെ പ്രശ്നമെന്നും മലപ്പുറം ജില്ലാ സെക്രട്ടറിക്ക് ഇദ്ദേഹം നിസ്കരിക്കുന്നതിന് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന് അൻവർ തന്നെയാണ് ആദ്യം പറഞ്ഞത്. ഇന്ന് രാവിലെ പക്ഷേ അദ്ദേഹം ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ തിരുത്തി പറയുന്നത് കേട്ടു, അത് ശരിയല്ല, CPM മെമ്പർമാരായിട്ടുള്ള പല ആളുകളുടെ വീടുകളിലും ഹിന്ദുക്കളായ ആളുകളുടെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ വീടുകളിൽ ഞാൻ അവരുടെ തോർത്തുമുണ്ട് വിരിച്ചിട്ട് നിസ്കരിച്ചിട്ടുണ്ടെന്നുള്ളത്. PV അൻവർ എന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ പേഴ്സണൽ സ്റ്റാൻഡിൽ ഒരിക്കലും ഒരു മത മൗലികവാദിയാണെന്നോ വർഗീയവാദിയാണെന്നോ കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ നടക്കുന്ന ഈ ചർച്ചകളുടെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു കാർഡ് ഇറക്കിയത് അത് എന്തിനായിരുന്നു? ഒരുപക്ഷെ PV അൻവറിനോട് അതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടും അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ നിലപാടിനോടോ PV അൻവർ പറഞ്ഞ ആ കാര്യത്തോടോ വിയോജിക്കാം. ഇന്നലെ ഇപ്പോ നിലമ്പൂരിൽ 200 പേരെന്നാണ് അൻവർ പറഞ്ഞത്. പക്ഷെ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായി. ഇതിപ്പോ കോഴിക്കോട് മുതലക്കുളം മൈതാനത്തും വലിയ ജനക്കൂട്ടമുണ്ട്. ഇപ്പോഴും അൻവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവിടേക്ക് സ്വാഭാവികമായും പല ആളുകൾ വരും. അൻവർ കേരളത്തിന്റെ കെജ്രിവാൾ ആണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അൻവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ അൻവർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ഞങ്ങൾ വന്നതാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ജനക്കൂട്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു ജനക്കൂട്ടം ഉണ്ടായി എന്നുള്ളത് ഉണ്ട്. ഉടനെ തന്നെ അത് ജമാഅത്തെ ഇസ്ലാമി, SDPI, മതമൗലികവാദം, തീവ്രവാദമാവോ? അവിടെയാണ് വിയോജിപ്പ്. ഇല്ല, അതായത് നിങ്ങൾ പറയുന്ന പാലോളിയുടെ പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല. അതിൻ്റെ ടൈറ്റിൽ മാത്രം കണ്ടതേ ഉള്ളൂ, ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇന്നലെ നിലമ്പൂരിൽ ചന്തക്കുന്നിൽ പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ അൻവർ ആ കാർഡ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നുള്ളതാണ് സത്യം. അതായത് ഏതൊരു ശരാശരി മലയാളിയും, ഞാനും അഭിലാഷും ആരായിരുന്നാലും, നമ്മളിവിടെ ഹിന്ദുക്കളായിരുന്നാലും മുസ്ലിങ്ങളായിരുന്നാലും ക്രിസ്ത്യാനികളായിരുന്നാലും എല്ലാവരുമായിട്ടും ഇടപഴകി തന്നെയാണ് ജീവിക്കുന്നത്. ഈ നിസ്കരിക്കുക എന്നുള്ള കാര്യമൊക്കെ തന്നെ അത് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അൻവറിൻ്റെ പ്രസംഗം. പിന്നെ അവിടെ പങ്കെടുത്ത ആളുകളുടെ പ്രൊഫൈൽ എന്താണെന്നുള്ളത് ഒരുപക്ഷെ അതിൻ്റെ ഒരു ഫാക്ട് വെച്ചിട്ടായിരിക്കാം അതിൽ സംഘടിപ്പിച്ച ആളുകളൊക്കെ ഇത്തരത്തിലുള്ള അസോസിയേഷനുള്ള ആളുകളാണ് എന്നുള്ള ഒരു വസ്തുതയായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്തായിരുന്നാലും അഭിലാഷ് പറഞ്ഞതുപോലെ ആ കാര്യം പറഞ്ഞല്ല അൻവറിൻ്റെ എന്താ പറയുക, അൻവർ ഉയർത്തുന്ന വിമർശനത്തിൻ്റെയോ അൻവർ ഉണ്ടാക്കുന്ന ബഹളത്തിൻ്റെയോ, തീരെ ഫോക്കസ്ഡ് അല്ലാത്ത ബഹളത്തിനെയോ നേരിടേണ്ടത്. അല്ലാതെ തന്നെ അതിനെ വളരെ ഈസി ആയിട്ട്
കൗണ്ടർ ചെയ്യാവുന്നുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, നമുക്കൊരു 2 മിനിറ്റ് അൻവർ ഇപ്പൊ പ്രസംഗിക്കുകയാണല്ലോ, മുതലക്കുളത്ത് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അൻവർ പറയുന്നത് എന്താണെന്നൊരു 2 മിനിറ്റ് കേൾക്കാം. അപ്പോ ആ അന്വേഷണത്തെ 2 ദിവസം കൊണ്ട് 2.5 ദിവസം കൊണ്ട് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ഇപ്പൊ ആരോ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളതിന് സഹകരിക്കാൻ നിൽക്കണ്ട, ഒരു അന്വേഷണം കൊണ്ടൊരു കാര്യമില്ല, നിങ്ങളടുത്തുള്ള തെളിവുകൾ കൊടുക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ, അല്ല എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യമില്ല. ഈ അന്വേഷണ ടീം അന്വേഷിച്ചിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്കറിയാത്. പണത്തിന്റെ മുകളിൽ പരുന്തും പറക്കൂല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ എന്താ സ്ഥിതി അറിയാം നിങ്ങൾ? ADGPയുടെ മുകളിൽ ഒരു പരുന്തും പറക്കൂല, അജിത് കുമാറിന്റെ മുകളിൽ. ഇതാണ് ലോകം. ഒരു മുഖ്യമന്ത്രി ഒരു ക്രിമിനലിനെ എങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കൈ പിടിച്ച് വലിച്ചാലും കാൽ പിടിച്ച് വലിച്ചാലും ആ കെട്ടുവിടാൻ തയ്യാറില്ല. എന്താ കാരണം? എനിക്കറിയില്ല. ജനങ്ങൾ പരിശോധിക്കട്ടെ. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ഞാൻ പഴയ കഥയ്ക്കൊന്നും കിടക്കുന്നില്ലട്ടോ, ഞാൻ ഷോർട്ടായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ഇപ്പോ ബക്കർ ഇവിടെ വിശദീകരിച്ചല്ലോ, നിങ്ങളൊക്കെ കേട്ടല്ലോ. എന്താ നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നുന്നത്? നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. ആ ഫീലിംഗ് തന്നെയാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ആ ഫീലിംഗ് എത്ര നേരം ഉണ്ടാകും? ഇപ്പൊ 7:30 മണി, ഒരു 9:30 മണി വരെ ഉണ്ടാവും. കാരണം ഇവിടുന്ന് വീട്ടിൽ പോയി രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് മക്കളോടോ ഭാര്യമാരോടൊന്ന് ചർച്ച ചെയ്യും. പിന്നെ നമ്മൾ സുഖമായിട്ട് കൂർക്കം വലിച്ചുറങ്ങും. അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ PV അൻവർ പറഞ്ഞ് നടന്നുകൊണ്ട് വലിയ കാര്യമൊന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്താ പറയുക, നിൽക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ 1 മണിക്കൂർ ആലോചിക്കുന്നത് മനുഷ്യർ 2 മണിക്കൂറാക്കി, പിന്നെ അതൊരു 3, 4, 5 മണിക്കൂറായാൽ ഇതിനൊരു മാറ്റം വരും. ഇപ്പൊ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇതാർക്കും സംഭവിക്കാം. ഇവിടെ അത്യാവശ്യം റിയൽ എസ്റ്റേറ്റും ഏർപ്പാടൊക്കെ നടത്തി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. ഇവരൊക്കെ നിങ്ങൾ ആലോചിച്ചോ? ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സ്വർണ്ണക്കള്ളക്കടത്തും ഒരു റിദാൻ കേസും ഒരു മാമി കേസുമാണ് വലിയ വിഷയമായി ഇപ്പൊ എടുത്തത് നിങ്ങൾ വിചാരിക്കണ്ട. ഇത് വരാനിരിക്കുന്ന നമ്മുടെ നാടിന്റെ ഗതിവിഗതികൾ, ഇത്തരം സംഭവ വികാസങ്ങൾ നിയന്ത്രിക്കപ്പെടും. ഈ കാര്യങ്ങൾ കൈവിട്ടു പോകും. പോലീസിന്റെ ഒരു ചെറിയ വിഭാഗമാണെങ്കിൽ പോലും ഈ ക്രിമിനൽ വൽക്കരണം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ നാടിനുണ്ടാകും എന്ന് കണ്ടിട്ടാണ് ഇങ്ങനെ റോൾ എടുത്ത് രംഗത്തിറങ്ങേണ്ടി വന്നത്. അപ്പൊ നിങ്ങളാണത് മനസ്സിലാക്കേണ്ടത്. ഇന്ന് മാമി കേസിനേക്കാളും വലിയ പ്രമാദമായ ഒരു കേസ് ഇന്നല്ല, കുറച്ച് ദിവസമായി എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ ഒന്ന് പങ്കുവച്ചിട്ട്, കാരണം നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി കണ്ണും ചെവിയൊക്കെ പോയിട്ടുണ്ട്, അതാ പ്രശ്നം. ഒരു മിനിറ്റ്. ഇത് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വടകരയിൽ പാനൂരിൽ 17 വയസ്സുള്ള ഒരു ആഷിർ എന്ന് പറഞ്ഞ കുട്ടി മയക്കുമരുന്ന് ലോബിക്ക് അടിമപ്പെട്ട് അവരിൽ നിന്ന് ആ കുടുംബം ആ കുട്ടിയെ മോചിപ്പിച്ച് കൗൺസിലിംഗിൽ നൽകി. രണ്ടാമത് അവൻ കോളേജിലേക്ക് പോകാൻ തുടങ്ങി. ഈ തുടങ്ങിയ സമയത്ത്
ഈ മുമ്പ് ഇവനെ ഇതിന് പ്രേരിപ്പിച്ച കള്ളക്കടത്ത് സംഘവുമായി ചില കാര്യങ്ങൾ കുട്ടികളുമായി പങ്കുവച്ചു. പിന്നെ ആ കുട്ടിയെ കൊന്ന് വിഷം കൊടുത്ത് പകുതി മയ്യത്താക്കി കൊണ്ടിട്ട് ആശുപത്രിയിൽ മരിക്കുന്ന ഒരു സംഭവമാണ് വടകര പാനൂരിലാണ്. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയായി അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഈ സമൂഹം നിങ്ങളത് കേൾക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഇത് കോഴിക്കോടായതുകൊണ്ട്. പാനൂർ പെരിങ്ങത്തൂർ അണിയാരത്തെ പയ്യമ്പലം വീട്ടിൽ അബ്ദുള്ള അഫ്സത്ത് ദമ്പതികളുടെ മകൻ മുഹമ്മദ് ആഷിർ 17 മരണപ്പെട്ടിട്ടുണ്ട്. 2 വർഷമാകുന്നു. 2017 ഡിസംബർ 22 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തങ്ങൾ പീടികയിലെ ചായ കുടിക്കുന്ന കുട്ടികളോടൊപ്പം 2 പേരോടൊപ്പം ഇരിക്കവേ ആഷിർ കുഴഞ്ഞു വീണ് നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ സ്കൂൾ അധ്യാപകന്റെ നേതൃത്വത്തിൽ തലശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയാണ് ഉണ്ടായത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് വീട്ടുകാർ പാനൂർ CIക്ക് അന്ന് പരാതി നൽകിയെങ്കിലും ഒരാളെപ്പോലും ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല എന്ന് രക്ഷിതാക്കൾ പറയുന്നു. മയക്കുമരുന്ന് ലോബിയുടെ ശക്തമായ ഇടപെടൽ മൂലമാണ് അന്വേഷണം മുടങ്ങിയതെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു. അൻവറിന്റെ ഇന്നത്തെ പ്രസംഗം മുതലക്കുളത്ത് പുരോഗമിക്കുകയാണ്. ഈ മാമി കേസ് കൂടാതെ വേറൊരു കേസ്, ആഷിർ എന്ന 17 വയസ്സുകാരൻ കൊല്ലപ്പെട്ട കേസും അൻവർ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്, അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് നോക്കിയതിന് ശേഷം അതിലേക്ക് വരാം. ശ്രീ ഷാഫി ചാലിയം, മുസ്ലിം ലീഗ് നേതാവ്. ഷാഫി ചാലിയം, PV അൻവർ ഒരു വലിയ തരംഗം ഉണ്ടാക്കുന്നുണ്ടോ മലബാറിലാകെ? ഇന്നലെ ഈ നിലമ്പൂരിൽ പല രാഷ്ട്രീയ പാർട്ടിക്കാരിൽപ്പെട്ട ആളുകൾ കൂടിയിരുന്നു. അങ്ങ് കൊണ്ടോട്ടിയിൽ നിന്ന് വരെ ലീഗ് പ്രവർത്തകർ അൻവറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരേക്ക് പോയി. മലബാറിലൊരു പുതിയ രാഷ്ട്രീയ താരകം ഉദിച്ചുയരുകയാണോ? പരമ്പരാഗത CPM, മുസ്ലിം ലീഗ്, പുതിയ പാർട്ടികൾ, ഇവയുടെ ഒക്കെ ഫോർമേഷൻ വിട്ട് ഒരു പുതിയ പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്നുള്ള നിലയിൽ ഒരു പുതിയ രാഷ്ട്രീയം ഉയർന്നു വരികയാണോ? അല്ല, മുസ്ലിം ലീഗ് വളരെ നേരത്തെ ഉയർത്തിയ വിഷയങ്ങളാണ് അൻവർ പറഞ്ഞതിൽ അധികവും. എന്തിനേറെ, എന്നെ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. എന്തിനേറെ, ഈ അജിത് കുമാർ, ADGP അജിത് കുമാർ RSSുമായി ബന്ധമുള്ള ആളാണ് എന്ന് കേരളത്തോട് തുറന്നു പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. ഒന്ന്, കാരണം ഇവർ തമ്മിലുള്ള ചർച്ചകൾ പുറത്തുവിട്ടത് പ്രതിപക്ഷ നേതാവാണ്. 2023 മെയ് മാസം 2 കോഴിക്കോട്ട് എലത്തൂരിൽ നടന്ന ട്രെയിൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മെയ് മാസം 4, 5, 6 തീയതികളിൽ കേരളത്തിലെ മാതൃഭൂമി അടക്കമുള്ള വിവിധ ടെലിവിഷൻ ചാനലുകൾ നടത്തിയ ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ വക്താവ് എന്ന നിലയ്ക്ക് പങ്കെടുത്ത് ഏകദേശം 1.25 കൊല്ലം മുമ്പ് ഈ അജിത് കുമാർ RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരാണെന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടതാ. നിങ്ങൾക്കിപ്പോൾ അൻവറിൻ്റെത് ഒരു പുതിയ വെളിപാടായി നിങ്ങൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അതിനൊരു മീഡിയ അറ്റൻഷൻ കിട്ടാത്തതുകൊണ്ട് പലർക്കും തോന്നുന്നു. അൻവറിൻ്റെത് പുതിയ വെളിപാടോ പഴയ വെളിപാടോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, അൻവറിന് പിന്നിൽ ഒരു ആൾക്കൂട്ടം ഉണ്ടാവുന്നുണ്ട്. ഈ ആൾക്കൂട്ടം ഒരു പാർട്ടിയായി മാറിയാൽ ഞാൻ ഉണ്ടാകും എന്ന് അൻവർ ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അൻവറിന് പുറകിൽ ഒരു പുതിയ ആൾക്കൂട്ടം ഉണ്ടാവുന്നുണ്ട്. അത് നിലമ്പൂരിലുണ്ട്, അത് കോഴിക്കോടുണ്ട്, അത് മുതലക്കുളത്തുണ്ട്. ഞാൻ ചോദിക്കുന്നത് മലബാറിൽ പുതിയൊരു രാഷ്ട്രീയം ഉദയം കൊള്ളുകയാണോ എന്നാണ്. ഞാൻ പറയുന്നത്, അൻവർ ഉയർത്തിയ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ കേൾക്കാനും ആ വിഷയങ്ങൾ എന്താണെന്ന് വളരെ ഭയപ്പാടോട് കൂടിയാണ് കേരള ജനത അൻവറിന്റെ വായിന്ന് വന്ന സംഗതി. ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ നടക്കുമോ? ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള നെക്സസുകളൊക്കെ ഉണ്ടോ? ഇത്രമാത്രം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കുട്ടിച്ചോറായി കിടക്കുകയാണ്. അൻവർ ഇനിയും നാളെ നിലമ്പൂർ വരും, ബാക്കി അവിടെ പറയാന്ന് പറയുമ്പോൾ എന്താണ് പറയാൻ പോകുന്നത്? കേൾക്കാൻ ആളുകൾക്ക് താല്പര്യം കൂടും. ബാക്കി നാളെ കോഴിക്കോട് പറയാം എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടേക്ക് ആൾ ഒഴുകും. സ്വാഭാവികമാണ്. കേരളീയർ ഇതുവരെ കേൾക്കാത്ത വർത്തമാനമല്ലേ കേട്ടത്. 2016 ശേഷം ഇവിടെ ആരാണ് നിയന്ത്രിക്കുന്നത് കേരളത്തെ? ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ കൊണ്ടുനടക്കുന്നത് ആരാണ്? ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ടുനടക്കുന്നതാണ് അൻവറല്ലല്ലോ. ഇവരെ കൂടെയുള്ള CPI വളരെ വ്യക്തമായി പറഞ്ഞില്ലേ. ആനി രാജ എന്താ പറഞ്ഞത്? കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് RSS ആണെന്ന് ആദ്യമായി പറഞ്ഞത് CPIയുടെ ദേശീയ നേതാവും രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിയാണ്. എന്തേ നിങ്ങളെടുത്ത് ചർച്ച ചെയ്യാൻ? മുണ്ടെടുത്ത മോഡിയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് ആരാ? പന്ന്യൻ രവീന്ദ്രനാണ്. അതേമാതിരി ഞങ്ങളും വിളിച്ചു പറഞ്ഞു. പക്ഷേ അൻവർ ഭരണകക്ഷി MLA ആണ്.
മാത്രമല്ല ഭരണകക്ഷി MLA എന്നുള്ള ശരി. ഔദ്യോഗിക ഓക്കേ, അൻവർ ഭരണകക്ഷി പല MLA വിവരങ്ങളും ആയിരുന്നു. ഇപ്പോ അല്ല, CPM പാർലമെന്ററി പാർട്ടിയിൽ ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാനൊന്ന് അവസാനിപ്പിക്കാം. പെട്ടെന്ന് കൺക്ലൂഡ് ഒന്ന് ഞങ്ങളെ ഈ മുസ്ലിം ലീഗിന്റെ ഈ സാധുക്കളായ MLA-മാരെ പോലെയല്ല. ഒരു ഭരണകക്ഷി MLA-ക്ക് സർക്കാരിനകത്തുള്ള പല കാര്യങ്ങളും അറിയാൻ പറ്റും. CPM-ലെ വലിയൊരു ലോബി ഈ വിഷയത്തിൽ തുടക്കത്തിൽ അൻവറിനോടൊപ്പം എക്സാക്ട്ലി എന്റെ ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ മുസ്ലിം ലീഗിലെ സാധുക്കളായ MLA-മാരെ പോലെ അല്ല അൻവർ എന്ന്. അപ്പോ മലബാറിന് ഒരു പുലിക്കുട്ടിയെ വേണം. ഇപ്പോ ഉള്ളതെല്ലാം പൂച്ചക്കുട്ടികളാണ്. ഇന്നലെ ആരോ നിങ്ങളുടെ തന്നെ ഒരു പ്രവർത്തകൻ മലബാറിൽ ഒരു പുലിക്കുട്ടി വന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പുലിക്കുട്ടിയുടെ ആവശ്യം ഇപ്പോ ആ രാഷ്ട്രീയ ഭൂമികയെ കൊണ്ട് ആ പുലിക്കുട്ടി ജനിച്ചിരിക്കുന്നു. നിങ്ങളുടെ സാധുക്കളായ MLA-മാരെ കൊണ്ട് നടക്കാത്ത കാര്യം PV അൻവറിനെ കൊണ്ട് നടക്കുന്നു. അതാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണോ അഭിലാഷിനെ പോലുള്ള ആളുകളെ അങ്ങനെ ആഖ്യാനിക്കരുത്. ഇവിടെ എന്താ വിഷയം? ഞാൻ എന്താ പറയണത്? ഞങ്ങൾ പ്രതിപക്ഷത്തുള്ള MLA-മാരും നേതാക്കളും വക്താക്കളും ഒക്കെ വിളിച്ചു പറഞ്ഞാൽ അത് ആരും എന്ത് ചെയ്യുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല, മുഖവയ്ക്കെടുക്കുന്നില്ല. അത് പ്രതിപക്ഷത്തിൽ നിന്നുള്ള ഒരു നിലവിളി മുറവിളി. എന്നാൽ ഭരണകക്ഷിക്കകത്ത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ആള് എന്ന രീതിയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തി പറയുന്നു ഞാനാണ് പറയുന്നത്, എനിക്കറിയാം ഇതിനകത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് അതെന്താണ്, അത് കേൾക്കാനുള്ള താല്പര്യമുണ്ടാവും. ആ ജിജ്ഞാസക്ക് പുറത്ത് ആള് കൂടും. അൻവർ പറഞ്ഞ വിഷയം അത്ര നോക്കട്ടെ. അൻവർ പറഞ്ഞ വിഷയത്തിന് എന്തെങ്കിലും മറുപടി പറയാൻ ഏത് CPM-മാരുണ്ടോ? എന്താ ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് സ്വാഭാവികമാണെന്ന പോയിന്റ് ഞാൻ എടുത്തു. ഉല്ലാസ് ബാബു നോക്കൂ, ഇന്നലെ 7 മണി മുതൽ 9:15 വരെ കേരളത്തിലെ എല്ലാ ന്യൂസ് ടെലിവിഷൻ ചാനലുകളും ഒരൊറ്റ തവണ ബ്രേക്ക് പോലും എടുക്കാതെ എല്ലാ പ്രൈം ടൈം പരിപാടികളും മാറ്റിവെച്ച ഒരൊറ്റ രാഷ്ട്രീയ പ്രസംഗം ലൈവ് ടെലികാസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ ഇന്നേ വരെ VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ തുടങ്ങി ഉമ്മൻചാണ്ടി, AK ആന്റണി, ഓരോ രാഷ്ട്രീയ നേതാവിന്റെയും പ്രസംഗം ഇങ്ങനെ 2.5 മണിക്കൂർ തത്സമയം ഒരിടവേളയും ഇല്ലാതെ സംപ്രേഷണം ചെയ്ത ചരിത്രമില്ല. പക്ഷേ ആ ചരിത്രത്തിന് ഉടമയായിരിക്കുന്നത് PV അൻവറാണ്. ഞാൻ അതിനെ കാണുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? വലിയ താല്പര്യം ആളുകളിൽ ജനറേറ്റ് ചെയ്യാൻ PV അൻവറിന് കഴിഞ്ഞിരിക്കുന്നു. വലിയ താല്പര്യം ഉണ്ടാക്കാൻ, ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനിൽ ഒരു ടെക്ടോണിക് ഷിഫ്റ്റ് സംഭവിക്കുകയാണോ? PV അൻവറും കുറച്ചാളുകളും അപ്പുറത്ത്, പിണറായി വിജയൻ അതിന്റെ ഇപ്പുറത്തെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു. ഇന്ന് ഹിന്ദുവിന് കൊടുത്തിട്ടുള്ള അഭിമുഖമൊക്കെ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതെ അഭിലാഷ്, ഞാൻ ഒരിക്കലും അതിനെ ഒരു നെഗറ്റീവിൽ പറയല്ല. അഭിലാഷ് പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഒരു അഭിപ്രായം പറയാണ്. 2.5 മണിക്കൂർ നേരം കണ്ടിന്യൂസ്, അത് കുറച്ചൊക്കെ നമ്മുടെ കച്ചവട താല്പര്യങ്ങളും ഉണ്ടല്ലോ, അത് അവിടെ ഇരിക്കട്ടെ. 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സ്ഥാപിത താല്പര്യക്കാർ തമ്മിലുള്ള വഴക്ക്, ഇവരുടെ കച്ചവടത്തിൽ ഇവർ തമ്മിൽ തെറ്റി. സ്വാഭാവികമായിട്ട് ഇവരുടെ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭരണപക്ഷ MLA ആയി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ രസം. ഈ ഭരണപക്ഷ MLA ആരാണെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. ഇയാൾ ലോകക്കള്ളനും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുകാരനും മതമൗലികവാദിയുമാണെന്നാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 8 വർഷം ഈ വ്യക്തിയായിരുന്നു അദ്ദേഹം കൊണ്ടു നടന്ന് പാലും തേനും കൊടുത്ത് ഒക്കെ തിരുത്തി കൊണ്ടു നടന്ന് ഒരു നിഴലായി കൊണ്ടു നടന്നിരുന്നത് ഈ കള്ളനായിരുന്നു എന്ന് അറിഞ്ഞിട്ടാണോ അദ്ദേഹം നടന്നിരുന്നത്? ഇമ്മീഡിയറ്റ്ലി ഇപ്പുറത്തെ MLA സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെ എന്താണ് പറയുന്നത്? അവരുടെ സ്വന്തം മുന്നണിയിലുണ്ടായിരുന്ന മുന്നണിയുടെ മുഖ്യമന്ത്രിക്കെതിരെ ഓം വട്ടപൂജ്യമാണ്. കള്ളക്കടത്തുകാരനായിട്ടുള്ള അജിത് കുമാറിനെ സഹായിക്കുന്ന വ്യക്തിയാണ്, കൊലപാതകിയായിട്ടുള്ള അജിത് കുമാറിനെ സഹായിക്കുന്ന വ്യക്തിയാണ്. സകലവിധ മോശത്തരങ്ങളും കേരളത്തിൽ നടമാടുന്ന എല്ലാ പ്രവർത്തികൾക്കും ചുക്കാൻ പിടിക്കുന്നതിൻ്റെ ഒരു പ്രധാനിയാണ് പിണറായി വിജയൻ എന്ന രീതിയിലാണ് അദ്ദേഹം തിരിച്ചടിക്കുന്നതും. അപ്പോൾ ഈ സ്ഥാപിത താല്പര്യക്കാർ തമ്മിലുള്ള 2 വഴക്കായിട്ട് അതിനെ കാണണം. 2, ഇവിടെ നടന്നിട്ടുള്ള കള്ളത്തരങ്ങൾ, സ്വർണ്ണ കടത്ത് പൈസകൾ, അതുപോലെ തന്നെ കള്ളപ്പണങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ ദേശവിരുദ്ധ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ആ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് എന്നും അതിനെ സർക്കാർ മുഖവിലക്കെടുക്കുന്നില്ല എന്നും അഭിലാഷിന് അത് ഓർമ്മയുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. BJP ഒക്കെ എത്ര വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അന്നൊക്കെ നിങ്ങൾ അതിനെ വർഗീയവാദമായിട്ട് ചിത്രീകരിച്ചു, അതിനങ്ങനെ ഇല്ലെന്ന് പറഞ്ഞ് ചിത്രീകരിച്ചു. പക്ഷേ അവിടെ കൃത്യമായിട്ടൊരു സമൂഹത്തിനകത്ത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അതെന്ന് പിണറായി വിജയൻ പറഞ്ഞു എന്നുള്ളത് വേറൊരു കാര്യം. ഞങ്ങൾ എത്രയോ കാലം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഇന്ന് അൻവർ ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയപ്പെടുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പണ്ട് ശംഖുമുഖത്ത് നടന്നൊരു പ്രസംഗം, എനിക്ക് തോന്നുന്നു സംഗമത്താണോ വിഴിഞ്ഞത്താണെന്ന് ഞാൻ ഒരു സംശയമുണ്ട്. VS അച്യുതാനന്ദൻ്റെ വേദിയിലിരുത്തി പറഞ്ഞൊരു കാര്യമുണ്ട്.
ഒരു കടലിലെ വെള്ളമെടുത്ത് ബക്കറ്റിലാക്കി കഴിഞ്ഞാൽ അതിന് ആ ശംഖുമുഖത്ത് കടലിലെ വെള്ളമെടുത്ത് ബക്കറ്റിലാക്കിയാൽ അതിൻ്റെ തിരയുണ്ടാകില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് VS അച്യുതാനന്ദനെ പുറത്താക്കുന്നതിന് വേണ്ടി ശ്രീ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തരായി നിന്നുകൊണ്ട് ഇതുപോലെയുള്ള കുറേ ആളുകളെ ഇതിലേക്ക് ആകർഷിച്ചുകൊണ്ട് അവിടെ വേറെ ചില കാസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി VS അച്യുതാനന്ദനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി VS അച്യുതാനന്ദനെ മാറ്റി ആ ആശയത്തിനെ അങ്ങ് തകർത്ത് തരിപ്പണാക്കി കളഞ്ഞ് പുതിയൊരു രീതി കൊണ്ടുവന്നു. ആ രീതി വലിയ കാലം നിന്നില്ല. അവർ തമ്മിൽ തെറ്റി. ആ തെറ്റിയതിൻ്റെ അടിസ്ഥാനമാണ് നിലമ്പൂരിൽ കാണുന്നതും കോഴിക്കോട് കാണുന്നതും ഭാവിയിലുള്ള കേരളം കാണാൻ പോകുന്നതും. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആശയത്തിന്റെ നാശമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയം ഇവിടെ നാശം എന്നുള്ളതാണ് BJP-യുടെ പോയിന്റ്. ശ്രീ KS ശബരിനാഥൻ, ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു അയ്യപ്പനും കോശിയും കളിയാണ്. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുകയാണ്. പിണറായി വിജയൻ ഒരു ഭാഗത്ത്, PV അൻവർ ഒരു ഭാഗത്ത്. രണ്ട് PV, ഒന്ന് മുണ്ടയിൽ കോരന്റെ മകൻ പിണറായി വിജയനാണെങ്കിൽ പുത്തൻ വീട്ടിൽ ഷൗക്കത്ത് അലി മകൻ അൻവർ. രണ്ട് PV-കൾ തമ്മിലുള്ള യുദ്ധമാണ്. നിങ്ങൾ BJP ഒക്കെ ഔട്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ കേരളം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ രണ്ട് PV-മാരുടെ യുദ്ധത്തിലേക്കാണ്. BJP ഔട്ടായിട്ടില്ല. ഇല്ല, അതല്പം അവിനാശ് അല്പം പൊടുപ്പും തൊങ്ങലും ചേർത്ത് പറഞ്ഞതാണ്. അതിനകത്ത് ഇപ്പോൾ ഒരാൾ മാത്രമാണ് സ്ക്രീനിലുള്ളത്, മറ്റൊരാൾ സ്ക്രീനിലില്ല. അപ്പോൾ അതിനകത്ത് ആദ്യം പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് ഒരു നായക കഥാപാത്രം അല്ലെങ്കിൽ പ്രതിപുരുഷനാകുന്നുള്ള കാര്യത്തിൽ എനിക്ക് എന്നെ സംശയമുണ്ട്. അദ്ദേഹം സ്ക്രീൻ ഔട്ടാണ്. അദ്ദേഹം തന്നെ ഇന്ന് എത്രയോ കാലത്തിന് ശേഷം ഒരു പത്രത്തിനോട് ഇന്റർവ്യൂ വായിച്ച് അക്ഷരാർത്ഥത്തിൽ കേരളം മുഴുവൻ ഇല്ല, അതൊരു പ്രതിപുരുഷ സ്ഥാനം അല്ലെങ്കിൽ പുരുഷ നായക പ്രതിവേഷം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദ ഹിന്ദുവിലെ ആ ഒരു ആ ഒരു ശോഭന നായരോടുള്ള ഒരു ഇൻ്റർവ്യൂ വായിക്കുകയാണെങ്കിൽ അത് BJP-യുടെ ഒരു മുഖ്യമന്ത്രി കൊടുക്കുന്നതാണോ എന്നുള്ള സംശയം എനിക്ക് തോന്നി. ഒരു വർഷത്തിന് മുമ്പ് കേരള സ്റ്റോറി എന്നൊരു സിനിമ കൊണ്ടുവന്ന് ആ സിനിമയാണ് കേരളത്തിൻ്റെ പരിപ്രേക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ആ പടം വലിയ സൂപ്പർ ഹിറ്റായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ കേരളത്തിനെതിരെയുള്ള ആളുകൾക്ക് വാദം കൊണ്ടുവന്നൊരു സിനിമയാണ്. അൻവർ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച ഹിന്ദു അഭിമുഖത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഒന്ന് അൻവറിന്റെ പ്രസംഗം ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പോലീസ് ആകെ ശ്രമിച്ചത് ഈ കുട്ടി മരിച്ച റിദാൻ ബാസിലിന്റെ ഭാര്യ ഹിബയും കൊലയാളി എന്ന് പറയുന്ന ഷാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. ആ അവിഹിത ബന്ധത്തിന്റെ ഭാഗമായി കാമുകന് ഹിബയെ കിട്ടാൻ ഭർത്താവായ റിദാൻ ബാസിലിനെ കൊന്നു എന്നുള്ള ഒരു സ്റ്റോറിയിലേക്കാണ് പോലീസ് ആദ്യം പോകാൻ ശ്രമിച്ചത്. രണ്ട് കുടുംബങ്ങളും അതിനെ റെസിസ്റ്റ് ചെയ്തു. ഹിബയുടെ കുടുംബവും റിദാൻ ബാസിലിന്റെ കുടുംബവും ഒരിക്കലും അത് സംഭവമില്ല എന്ന് പറഞ്ഞു. ഭർത്താവ് മരിച്ച ഈ പെൺകുട്ടിയെ രണ്ടാമത്തെ ദിവസം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഭീഷണിപ്പെടുത്തി. മൂന്നാമത്തെ ദിവസം അതിഭീകരമായി ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു. മുടി പിടിച്ച് വലിച്ചു. ഷൂ ഇട്ട് വിരലിന്റെ മകളിൽ കയറിയിരുന്നു. കൂർത്ത പെൻസിൽ കൊണ്ട് ഈ ഭാഗത്തിട്ടടിച്ചു. ഒറ്റ ആവശ്യം, ഇവനുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് ഈ പെൺകുട്ടി സമ്മതിച്ചു കൊടുക്കണം. 3.5 ദിവസം ക്രൂരമായി മർദ്ദനത്തിനിരയായി ഈ ഷാൻ. ഒരു പുരുഷനെ എങ്ങനെയൊക്കെ മർദ്ദിക്കാമോ അങ്ങനെയൊക്കെ മർദ്ദിച്ചിട്ടുണ്ട്. പക്ഷെ അവനും സമ്മതിച്ചില്ല. നിങ്ങൾ എന്ത് പറഞ്ഞോ അത് സമ്മതിക്കാം. അത് മാത്രം, ഈ അവിഹിത ബന്ധം സമ്മതിച്ചു കൊടുത്തില്ല. എന്നിട്ടൊരു 4 വരി കള്ളക്കഥയുണ്ടാക്കി. ഈ റിദാൻ ബാസിൽ ഇവൻ ചെയ്തിരുന്ന ബിസിനസ്സിൽ, ഷാനിന്റെ മുതലാളി ചെയ്തിരുന്ന ബിസിനസ്സിൽ ആ പങ്കാളിത്തത്തിൽ നിന്ന് ഇവനെ ഒഴിവാക്കിയാൻ റിദാൻ ഇടപെട്ടു എന്നൊരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ടാണ് കേസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ പൂർണ്ണമായി ഞാൻ വിശദീകരിച്ചു, എഴുതി കൊടുത്തു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അത് വന്നു. SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 4 ദിവസം മുമ്പ് എടവണ്ണ പോലീസ് മഞ്ചേരി കോടതിയിൽ ഒരു പെറ്റീഷൻ ഇടുകയാണ്. എന്താ പെറ്റീഷൻ? ഇത് വിചാരണ സ്റ്റേജിലാണ്. വിചാരണ നിർത്തിവെച്ച് ഞങ്ങൾക്കിത് വീണ്ടും പുനരന്വേഷണം എടവണ്ണ പോലീസിന് നൽകണം. കാരണം റിദാൻ ബാസിലിന്റെ ഫോണുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. കോടതി അനുവദിക്കും, സ്വാഭാവികമാണ്. അപ്പൊ വീണ്ടും ഈ കേസ് തേച്ച് മാച്ച് കളഞ്ഞ അതേ
പോലീസിന് തന്നെ വീണ്ടും അത് കൈമാറി. ഈ സ്ഥിതിയാണുള്ളത്. ഇത് പറഞ്ഞാൽ എന്തായി? ഇപ്പൊ PV അൻവറായി എല്ലാ കള്ളത്തരവും. ഇപ്പൊ ബക്കർ പറഞ്ഞിട്ടില്ലേ ഏതൊരു അൻവറിന്റെ കാര്യം? അപ്പൊ നിങ്ങൾ നോക്കണം, ഈ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ കോഴിക്കോടിന്റെ സമൂഹം താഴെ ഇറങ്ങി വരേണ്ടതുണ്ട്. പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും സ്വന്തം കാര്യമാണ്. ഇത് സാമൂതിരിയുടെയും കുഞ്ഞാലി മരക്കാടിന്റെയും നാടാണ്. മറന്നു പോകരുത് കോഴിക്കോട്ടുകാർ. ഇപ്പൊ മനാഫ് അർജുൻ നമ്മൾ കണ്ടില്ലേ, എങ്ങനെയാണ് നമ്മൾ ആ സ്റ്റോറി അല്ലെങ്കിൽ ആ സംഭവങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയുമോ? അതാണ് മതസൗഹാർദ്ദം. ആ മതസൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ RSSുമായി ചേർന്ന്, രാജ്യത്തെ ഭീകരവാദികളുമായി ചേർന്ന് ഒരു സമൂഹത്തെ ആകെ അപരവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു. ആരാ നേതൃത്വം? കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാവിലെ പത്രക്കാർ എന്നോട് ചോദിച്ചു, ഏക സിവിൽ കോഡും പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത നിലപാട് അതും ആത്മാർത്ഥതയില്ലാത്തതായിരുന്നോ എന്നൊരു ചോദ്യം. എന്റെ ഉത്തരം ആത്മാർത്ഥപരമായിരുന്നു എന്നാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ കാര്യങ്ങൾ ഈ രീതിയിൽ മാറിമറിയുന്നത് കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടക്കാണ്. അതാണ് പാർട്ടി അന്വേഷിക്കേണ്ടത്. പാർട്ടി അത് അന്വേഷിച്ച് കണ്ടെത്തണം. PV അൻവറിനെ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ സപ്പോർട്ടറായി മാറി ആ PV അൻവറാണ് ഇതിന് പിന്നിലെന്ന് ഇവിടെ മുഖ്യമന്ത്രിയും പാർട്ടി സഖാക്കളും നാടായ നാട് മുഴുവൻ, ഗ്രാമങ്ങളായ ഗ്രാമങ്ങൾ മുഴുവൻ നിങ്ങൾ പറഞ്ഞു നടന്നിട്ട് നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. ഞാൻ ഈ വിഷയം ഏറ്റെടുക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഈ പോലീസിംഗിന്റെ ഭാഗമായി കേരളം ഈ ഗവൺമെന്റിനെ വെറുക്കുന്നു, ഈ പാർട്ടിയെ വെറുക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വെറുക്കുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ പോലീസിന്റെ ഇമ്മോറൽ ആക്ടിവിറ്റീസ്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, ഈ പാർട്ടിയോടും ഈ മുന്നണിയോടും ഉണ്ടായിരുന്ന അടുപ്പം ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. രാവിലെ 7 മണിക്ക് കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് ഒരു ഓട്ടോറിക്ഷയുമായി ഇറങ്ങുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി രാവിലെ ഉദിക്കുന്ന വെയില് വൈകുന്നേരം പടിഞ്ഞാറ് അസ്തമിക്കുന്നത് വരെ ആ വെയിലിന്റെ ചൂടേറ്റ് ഈ വഴിയോരങ്ങളിൽ ഒരു യാത്രക്കാരനെ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. വൈകുന്നേരം വരെ ഓടിയാൽ എന്താ കിട്ടുക? 10, 200, 300 ബാക്കിയാവും. ഡീസലും ചെലവും ടാക്സും. വണ്ടി മറ്റൊരുത്തൻ്റെതാണെങ്കിൽ അവന്റെ വാടകയും കഴിഞ്ഞാൽ കിട്ടാവുന്ന ഈ 300, 400 രൂപയാണ്. കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് എത്രയാ ഫൈന്? പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവിടെ ഉണ്ടാവുമല്ലോ. എത്രയാ ഫൈൻ? 1000, 2000, 5000. അൻവറിന്റെ മുതലക്കുളത്തെ പ്രസംഗം പുരോഗമിക്കുകയാണ്. പല പുതിയ കാര്യങ്ങളും പറയുന്നുണ്ട്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയ്ക്കാണ് മുഖ്യമന്ത്രിക്ക് ഈ മാറ്റം എന്ന് പറഞ്ഞതാണ് ഞാൻ ഇന്ന് കണ്ട ഒരു പ്രധാനപ്പെട്ട പുതിയ വാചകം. ചർച്ചയിലേക്ക് വീണ്ടും ഡോക്ടർ പ്രേംകുമാർ, കഴിഞ്ഞ 1.5 വർഷമായിട്ടാണ് മുഖ്യമന്ത്രിക്ക് ഈ മാറ്റം. അതിനു മുമ്പ് ഏക സിവിൽ കോഡിലും പൗരത്വ നിയമത്തിലും ഒക്കെ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് മാറി എന്ന് അൻവർ പറയുമ്പോൾ, അൻവർ അത്രേ പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കും. ഈ കഴിഞ്ഞ 1.5 വർഷത്തിലാണ് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവ് വെളിച്ചം കണ്ടത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. അതിനുശേഷമാണ് SFIയുടെ അന്വേഷണം ആരംഭിച്ചത്. അതുപോലെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കാൻ തുടങ്ങിയത്. അൻവർ പറഞ്ഞിട്ടില്ലെങ്കിലും നാട്ടുകാർ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് മകൾക്കെതിരെ സെൻട്രൽ ഏജൻസീസിന്റെ അന്വേഷണം തുടങ്ങിയതിന് ശേഷം മുഖ്യമന്ത്രി ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളും BJP അനുകൂല നിലപാടുകളും സ്വീകരിക്കുന്നു എന്നാണോ നാട്ടുകാർ ഈ അൻവർ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്?
അഭിലാഷേ, അത് നിങ്ങൾ വല്ലാണ്ട് ഇന്റർപ്രിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനത് മനസ്സിലാക്കുന്നത്, ഞാനത് കേട്ടത് ഡോക്ടർ അരുൺകുമാറിന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ട് ഇദ്ദേഹം പറയുന്നതാണ്. അരുൺകുമാർ ചോദിക്കുന്നുണ്ട് ഈ എന്താ പറയാ പിന്നെ ബാക്കി പൗരത്വ നിയമ കഴിഞ്ഞ 1.5 കൊല്ലം എന്ത് CPM സംഭവിച്ചു? പിണറായി വിജയനും ഗംഭീരമായിട്ട് പറയട്ടെ. അപ്പൊ അതിൽ ഉത്തരം മുട്ടിയപ്പോൾ ഇദ്ദേഹം പറയുന്നതാണ് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ടാണ് ഇത്തരത്തിലുള്ള കോൺട്രഡിക്ഷൻസ് ത്രൂ ഔട്ട് ഉണ്ടെന്നേ. ഇദ്ദേഹം പറയുന്നത് പി ശശി സെക്രട്ടറി ആയതിനു ശേഷമാണ് പ്രശ്നം എന്നാണ്. ഇദ്ദേഹത്തിന് കൂടെയുള്ള ആളുകൾ എല്ലാവരും പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ അന്ന് മുതലേ ഇങ്ങനെയാണെന്നാണ്. ഇനി നിങ്ങൾ ഈ പറയുന്ന SFIOയുടേതാണെങ്കിലും അതിനേക്കാൾ ഭീകരമായ കേസായിരുന്നല്ലോ, അന്വേഷണമായിരുന്നല്ലോ മുഖ്യമന്ത്രിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കുമെന്ന് എത്രയോ തവണ BJPയുടെ പ്രതിനിധികൾ ഈ ഫ്ലോറിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴേ BJPയോട് അഡ്ജസ്റ്റ് ചെയ്യാതെ ഇതാ ഈ കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇദ്ദേഹം ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തെ മോശം പറയാൻ വിഷമമുണ്ടെന്നുള്ളത്. ഓരോ സമയത്ത് തോന്നുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞിട്ട് ഒരു ബന്ധവുമില്ലാതെ ലോജിക് ഇല്ലാതെ പറയാണ്. ഇപ്പൊ നിങ്ങൾ കേൾപ്പിച്ച സാധനം കണ്ടോ, മോട്ടോർ വെഹിക്കിൾസിന്റെ ഫൈൻ ആരാണ് തീരുമാനിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലല്ലോ, സെൻട്രൽ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല. ഈ പ്രസംഗത്തിൽ ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടോ, എന്റെ കയ്യിൽ തെളിവുണ്ട്, കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സത്യപ്രതിജ്ഞ നടത്തിയ ഒരു MLAക്ക് പറയാൻ പറ്റുക തെളിവ് കൊടുക്കരുതെന്ന്? ഇന്നലെ ഇദ്ദേഹം പറയുന്നത് കേട്ടു, ഒരു ഗവൺമെന്റ് ആകുമ്പോൾ കുറച്ച് പക്ഷപാതിത്വം, സ്വജനപക്ഷപാതം വേണം എന്ന്. സ്വജനപക്ഷപാതം നടത്തുന്നില്ല എന്നാണ് ഇദ്ദേഹം കേരള പോലീസിനെതിരെ പറയുന്ന കാര്യങ്ങളുടെ ഒക്കെ വസ്തുതയും അതുപോലെ വിശ്വാസ്യതയും ഒക്കെ ഡിബേറ്റബിൾ ആണ്. അവിടെ ശ്രീ ശബരിനാഥൻ, പക്ഷേ അൻവറിനെ കേൾക്കാൻ ആൾക്കൂട്ടുണ്ട്. ഞാൻ ഈ മുതലക്കുളം മൈതാനത്ത് കാണുന്ന ആൾക്കൂട്ടത്തെ കുറിച്ചല്ല. നോക്കൂ, നമ്മുടെ ചാനലുകൾ പ്രൈം ടൈം ചർച്ചയ്ക്ക് പകരം അൻവറിന്റെ പ്രസംഗം 2 ദിവസമായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ ഉല്ലാസ് ബാബു കച്ചവട താല്പര്യം എന്ന് പറഞ്ഞു. ഇത് കാണാൻ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആളുകളുണ്ടാണ്. ഞാൻ അത് അങ്ങേക്ക് വരാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശ്രീ ശബരിനാഥൻ, ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? ഇതൊക്കെ ശരിയാണ്, അൻവർ ഈ പറയുന്ന വെളിപാടുകളൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഇപ്പോ നോക്കൂ, കുഴിമന്തി മുതൽ കാട്ടുപന്നി വരെയുള്ള വിഷയങ്ങളിൽ അൻവറിന് ആശങ്കയുണ്ട്. പല ആശങ്കകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നതൊക്കെ വസ്തുതയാണ്, വസ്തുത കേൾക്കാനാണ് ജനങ്ങൾ കൂടിയിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അതോ ഇതൊരു തരത്തിലുള്ള മാസ് ഹിസ്റ്റീരിയയാണോ? ഇല്ല, അൻവർ എന്ത് പറയാനുള്ള അധികാരം അൻവറിനുണ്ട്. അത് കാണാനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്കും ചാനലുകളുമുണ്ട്. ഇപ്പോൾ ചാനലുകൾ ആളുകൾ കാണുന്നു, അത് ആളുകളുടെ ഇഷ്ടത്തിന് വിടുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന അൻവർ പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവടക്കം കോൺഗ്രസ് നേതാക്കളടക്കം മുൻ പ്രതിപക്ഷ നേതാവടക്കം കഴിഞ്ഞ 5-6 വർഷമായി പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളിവിടെ അറിയാതെ ഇവിടെ ഒരു CPMന്റെയും RSSന്റെയും ബാന്ധവമുണ്ട്. അവർ തമ്മിൽ കൃത്യമായിട്ടുള്ള ഡീലിംഗ് ഉണ്ട്. അത് ഒന്നാം പിണറായി വിജയൻ സഭയുടെ സമയത്ത് ഒരു എക്സ്റ്റൻഷന് വേണ്ടി പല അസംബ്ലികളിലും അവർക്ക് ഗുണം ലഭിച്ചു. രണ്ടാമത് ഈ പറയുന്ന കരുവന്നൂർ അടക്കം SFIO അടക്കം കൊടകര കേസടക്കം CMRL കേസടക്കമുള്ള കേസുകൾ അവസാനം തൃശ്ശൂർ പൂരത്തിലൂടെ തൃശ്ശൂർ ഇലക്ഷൻ വരെ കൊണ്ടെത്തിച്ച കൃത്യമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ലൈസനിങ് വർക്ക് BJPയും CPM തമ്മിൽ നടക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. ആ ലൈസനിങ് വർക്ക് നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണി ADGP അജിത് കുമാറാണെന്നുള്ള കാര്യം അത് അൻവർ പുറത്തു പറഞ്ഞപ്പോൾ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പുറത്തു വന്നപ്പോൾ അതിനെ നിഷേധിക്കുവാൻ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇസ്ലാമിക് തീവ്രവാദികളാണ് ഇന്ന് ഈ വിഷയത്തിൽ തനിക്കെതിരെ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയത്. കോഴിക്കോട് എയർപോർട്ട് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് അവിടെ വരുന്ന സ്വർണ്ണക്കടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മലപ്പുറംകാരനെന്നുള്ള ഒരു ദുസ്സൂചന കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനെയാണെങ്കിൽ ഇത്രയും കേസുകൾ നടന്നിട്ടുണ്ടെങ്കിൽ 123 കോടി രൂപയുടെ ഹവാലയും 150 കോടിയുടെ സ്വർണം കടത്തിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ കേരള പോലീസ് എന്തുകൊണ്ട് അതിൽ ആക്ഷൻ എടുത്തിട്ടില്ല? എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കേസെടുക്കുന്ന കസ്റ്റംസും ഒക്കെയുള്ള കേന്ദ്ര സർക്കാർ കേസെടുക്കുന്നില്ല? കേരള പോലീസ് സീസ് ചെയ്ത സ്വർണ്ണത്തിന്റെയും ക്യാഷിന്റെയും കണക്കല്ലേ? അപ്പൊ സ്വാഭാവികമായും അതിൽ കേസ് ഉണ്ടാവുമല്ലോ. കേസില്ലാതെ പറ്റില്ലല്ലോ, പോലീസ് പിടിച്ചതല്ലേ? ഇല്ല അതിലേക്കാണ് ഞാൻ വരുന്നത്. നിങ്ങൾ മനസ്സിലായി ഇതെല്ലാം. പക്ഷേ ഒരു ജില്ലയിലേക്കും ഒരു സമൂഹത്തിലേക്കും കൊണ്ട് കോർണർ ചെയ്യേണ്ട ആവശ്യം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്താണ്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള കാര്യങ്ങൾ 2019 ഓർമ്മ കാണും. ആദ്യ സ്വർണ്ണക്കടത്ത് വിഷയം നമ്മുടെ എംബസി അടക്കം തിരുവനന്തപുരത്തെ വിഷയം 5 വർഷമായി. അന്ന് ഓർമ്മയുണ്ടല്ലോ ഈ പറഞ്ഞ UAE ഹൈ കോൺസുലേറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ കിടന്നു. അതിൻ്റെ ഒരു 2ാം ഘട്ടം പോലെ തന്നെയല്ലേ ഇന്ന് CPM MLA തന്നെ
CPM-ന്റെ സ്വതന്ത്ര MLA ആയിരുന്നു അൻവർ പറയുന്നതും വിരൽ ചൂണ്ടുന്നതും അതേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. വ്യക്തികൾ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ BJP നിശബ്ദമായിരിക്കുന്നു. ഇവിടെ K. സുരേന്ദ്രൻ വനവാസത്തിന് പോയതാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം അതിപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ CPM-ന്റെ വിജയത്തിന് ഒരു വലിയ കാരണമായിരുന്ന ഒരു ജനസമൂഹം അതിപ്പോൾ തിരിച്ചറിഞ്ഞ് അതിൽ അവരെ ഈ പറഞ്ഞ LDF കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു വിശ്വാസം വന്നതിന്റെ ഒരു റാംബ്ലിങ്സ് ആണ് ഇപ്പോൾ കാണുന്നത്. രണ്ടാമത്, പിണറായി വിജയൻ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മലപ്പുറത്തെ ഒരു CPM ഒരു പാർട്ടിയിലില്ലാത്ത ഒരു പൊളിറ്റിക്സ്, അതിന്റെ പല ആളുകളും കാലങ്ങളെ വന്നിട്ടുണ്ട്. അതിപ്പോൾ പിണറായി വിജയൻ തിരിച്ചടിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങൾ നിശ്ചയമായി ഉണ്ടാക്കുന്നു. ഒരിക്കൽ കൂടി അൻവർ ഇപ്പൊ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. അത് എനക്കറിയില്ല. വീണ്ടും ചോദിക്കുന്നു, എനക്കറിയില്ല. നിങ്ങൾ 2 ചിരി അല്ലേ? 2 ചിരി. അത് കഴിഞ്ഞോ? പിന്നെന്താ പറയുന്നത്? ഗവർണർ എന്തോ ഒരു പരാതി കൊടുത്തിട്ട് അൻവറിന്റെ പേരിൽ, ഏത് ഫോണേ. ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ മുട്ടുംകാല് വിറച്ചിട്ട് ഞാൻ അവിടുന്ന് തടിയെടുക്കുന്ന മുമ്പ് വിചാരിച്ചു. ഞാൻ ഇത് വാപ്പാന്റെ മോനാ എവിടുന്നാ വരുന്നതെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലായോ? ഞാനൊരു മലപ്പുറത്തുകാരനാണ് നിങ്ങൾ പൂർണ്ണമായും വിചാരിക്കണ്ടേ. ഞാൻ പകുതി കോഴിക്കോടാ. എൻ്റെ ഉമ്മ ചെറുവാടിയാ. കൊളക്കാടനാണ് എൻ്റെ ഒരു ഭാഗം രക്തം, ഒരു ഭാഗം പുത്തൻ വീട്ടില. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിൽ കാര്യങ്ങൾ പോകുകയാണ്. അപ്പൊ ഇന്ന് ഹിന്ദുവിനാണ് മുപ്പത് കൊടുക്കുന്നത്. ഇതിലപ്പുറം തെളിവ് എന്താ വേണ്ടത് സഹോദരന്മാരെ? ഒരു കോമൺ സെൻസ്. ഇത് എങ്ങോട്ടുള്ള റിപ്പോർട്ടാണ്? ഇത് എങ്ങോട്ടുള്ള പത്രവാർത്തയാണ്? അപ്പൊ എനിക്ക് പ്രിയപ്പെട്ട ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന സഖാക്കളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതാ. മനസ്സിലായില്ലേ? അപ്പോ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടെ ഈ വിഷയങ്ങളൊന്നും തെളിയില്ല. കാരണം എന്താ? ഒന്നും തെളിയില്ല. ഈ നെക്സസ്, ഞാൻ പറയുന്ന ആ നെക്സസ് ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ മുഴുവൻ കാരണം. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. നാം വിളിക്കുന്ന പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കുന്ന നേതാക്കന്മാർ, നിങ്ങൾ സത്യസന്ധമായ ഒരു കേസിൽ ഇടപെട്ടിട്ട് നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഇതൊരു നെക്സസിന്റെ ഭാഗമാണ്. ഇപ്പൊ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ 2-3 കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്താ കേസ്? സാമ്പത്തിക തർക്കം. അപ്പൊ ഇങ്ങനെ നമ്മുടെ സഖാക്കൾ വഴി അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴി വരും. ഒരു കേസ് വളരെ പ്രമാദമായ കേസാ. ആളെ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 10-20 ഷോപ്പുള്ള, ടെക്സ്റ്റൈൽ ഷോപ്പുള്ള ഒരു വ്യക്തി മാനേജറെ പാർട്ട്ണറാക്കി വെക്കുന്നു. പണം മുടക്കിയവൻ നാട് മുഴുവൻ നടന്ന് സാധനങ്ങൾ വാങ്ങുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. നാട്ടിൽ വരും പിന്നെയും പോവും, നാട്ടിൽ വരും പിന്നെയും ഓടും. ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി, ചൈന, ഇങ്ങനെ പോകുമ്പോൾ ചില കച്ചവടത്തിലൊക്കെ ഒരു ഷെയർ കൊടുത്തിരുന്നു, 5%, 10%. അവിചാരിതമായി മേശന്റെ വലിപ്പിൽ നിന്ന് ഇതിന്റെ ഉടമസ്ഥൻ ഒരു കമ്പനിയുടെ ട്രാൻസ്ഫർ, ഒരു കച്ചവട സ്ഥാപനത്തിന്റെ 50% ട്രാൻസ്ഫർ ചെയ്തായിട്ട് കാണുകയാണ്. നോക്കുമ്പം ഉടമസ്ഥന്റെ കള്ളൊപ്പാണ്. ROC-യിൽ അന്വേഷിച്ചപ്പം ഇത് മാത്രമല്ല, 5-6 കമ്പനി മാറ്റിയാണ് കള്ളൊപ്പിട്ടിട്ട്. ഇത് പരാതിയാവുന്നു, പോലീസിന് പോകുന്നു. പോലീസ് അന്വേഷണം എവിടെ എത്തുന്നില്ല. അങ്ങനെ ഇതിൽ മഞ്ചേരിയിൽ ഉള്ളൊരു സുഹൃത്തുണ്ട്. പുതിയ പുതിയ കഥകളിലേക്ക് അൻവർ പോവുകയാണ്. ശ്രീ ഷാഫി ചാലിയം, ഇപ്പോ അൻവർ ഉയർത്തി കാണിച്ചത് ഹിന്ദു ദിനപത്രമാണ്. ദ ഹിന്ദു ദിനപത്രത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു എക്സ്ക്ലൂസീവ് അഭിമുഖം വന്നിട്ടുണ്ട്. ശോഭന K. നായർ എടുത്തിട്ടുള്ള അഭിമുഖം. അപ്പോൾ ആ അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളെ മുസ്ലിം ലീഗ്, PV അൻവർ മുതൽ കേരള മുസ്ലിം ജമാഅത്ത് വരെ, അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്ഥാനം വരെ എതിർക്കുകയുണ്ടായി. നമ്മളിപ്പോ കാട് കാണാതെ മരം കാണുന്നു. ആ അഭിമുഖത്തിന്റെ തലക്കെട്ട്, CPIM ഹാസ് ഓൾവേസ് സ്ട്രിഡന്റ്ലി ഒപ്പോസ്ഡ് ടു RSS അതർ ഹിന്ദുത്വ ഫോഴ്സസ് ഇൻ കേരള. ഞങ്ങളാണ് കേരളത്തിൽ ഹിന്ദുത്വ ശക്തികളെ, RSS-നെ എക്കാലത്തും പ്രതിരോധിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി എന്നുള്ളതാണ് ആ വാർത്താ പീസിന്റെ തലക്കെട്ട് തന്നെ. ആ പരാമർശത്തിന് തൊട്ട് മുമ്പുള്ള ഭാഗം മുഴുവൻ ഞങ്ങൾ എങ്ങനെയാണ് RSS-ന് എതിരായി നിൽക്കുന്നത് എന്നത് വിശദീകരിക്കാനാണ്.
അതിലിപ്പോ ഈ 2 വാചകം മാത്രം എടുത്ത് മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട കാര്യമുണ്ടോ? 2 വാചകം മാത്രമാണോ? 2 3 2 3 ആണോ? ശ്രദ്ധിച്ചു നോക്കൂ. അല്ല, വായിച്ച് ഞാൻ സമയം കളയുന്നില്ല. അത് അത്യന്തം അപകടം നിറഞ്ഞ അത്യന്തം ഹീനമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേരളത്തിന് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്നത്. ഇത് കേരളത്തെക്കുറിച്ച് മലപ്പുറത്തെക്കുറിച്ചൊക്കെ ഈ യോഗി ആദിത്യനാഥ് പോലുള്ള BJPയുടെ മുഖ്യമന്ത്രിമാർ പറയുന്ന കാര്യങ്ങളത്. ഇത് ഉത്തരേന്ത്യയിൽ കത്തുന്നത്. കേരളത്തിൽ ഒരു പക്ഷേ ഈ ചുരുങ്ങിയ ഇടങ്ങളിൽ ചർച്ച ചെയ്ത് നമ്മളത് തള്ളും. പക്ഷേ ഇതൊക്കെ വലിയ വാർത്തയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. ഇന്ത്യയിൽ മലപ്പുറം എന്നൊരു ജില്ലയുണ്ട്. ആ ജില്ലയിൽ ഇത്രയധികം ഹവാല ഇടപാട് നടക്കുന്നു, ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എന്നിട്ട് മുമ്പ് നമ്മൾ അനുഭവിച്ചതാണ് അച്യുതാനന്ദന്റെ ഒരു പ്രസ്താവന. ആ പ്രസ്താവന ഇന്ത്യ മുഴുവൻ ഓടിയില്ലേ? BJP എത്രമാത്രം ഉപയോഗിച്ചു? ഇപ്പോഴും അത് കിടക്കവിടെ. അതുപോലെ മുഖ്യമന്ത്രിയുടേത് രാജ്യവ്യാപകമായി സംഘപരിവാർ ഉപയോഗപ്പെടുത്തും. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വർഗീയവാദിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വർഗീയതയോട് സന്ധി ചെയ്യുന്ന പാർട്ടിയാണെന്നും ഞാൻ ആക്ഷേപിക്കില്ല. പക്ഷെ മുഖ്യമന്ത്രി ഭയക്കുന്നു. പല നിലക്കും നിസ്സഹായനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ പോയത് ഞെട്ടിയിരുന്നു. രാഷ്ട്രീയമായി നിങ്ങൾക്ക് പറയാം. പക്ഷേ CPM ലൈൻ മാറ്റുന്നതാണെങ്കിലോ? നോക്കൂ, ഇപ്പോ അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങി. തൃശ്ശൂരിൽ BJP ഒരു സീറ്റ് വിജയിച്ചു. BJPയുടെ വോട്ട് ഷെയർ 18ലേക്ക് കൂടി. ഇടതുപക്ഷത്തിന്റെ വോട്ട് വലിയ തോതിൽ BJPയിലേക്ക് മാറുന്നു. പ്രത്യേകിച്ച് അവരുടെ തന്നെ കാച്ച്മെന്റ് ഏരിയകളിൽ വലിയ ചോർച്ച വരുന്നു എന്നുള്ളത് അവർ തന്നെ വിലയിരുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അവർ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ന്യൂനപക്ഷ പ്രീണനം എന്ന ആരോപണം CPMന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞ് അവർ ലൈൻ മാറ്റുന്നതാണെങ്കിലോന്ന്. എല്ലാ ലൈൻ മാറ്റുന്നു. അത് ഏത് രീതിയിലാണ്? നിങ്ങൾ നോക്കൂ, ഒന്നും വേണ്ട. കഴിഞ്ഞ ഈ ഒരു 4-5 വർഷക്കാലത്തെ കേരളത്തിലെ പല കേസുകൾ എടുത്തൊന്ന് പഠിച്ച ഒന്ന് ഒരു ഓട്ടം നമ്മൾ നോക്കിയാലേ മനസ്സിലാവില്ലേ? നോക്കൂ, കാസർകോട്ടെ റിയാസ് മൗലി വധം മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. വളരെ ഞാൻ പറയട്ടെ, കോടതിയാണ് വെറുതെ വിട്ടത്. അല്ല, കോടതി വെറുതെ വിടുന്ന എങ്ങനെയാണ്? പ്രോസിക്യൂഷൻ പറയേണ്ടതൊന്നും പറഞ്ഞില്ല, വളരെ വീക്കായിരുന്നു. അതേപോലെ കൊടിഞ്ഞി ഫൈസൽ വധം എവിടെ എത്തി? പ്രതികൾ മുഴുവൻ ജാമ്യത്തിലാ. മുമ്പ് തിരൂരിലെ മറ്റൊരു വധക്കേസിലെ ജാമ്യത്തിലിറങ്ങിയ പ്രതി വരെ, അവർക്ക് വരെ ജാമ്യം കിട്ടി, അനങ്ങുന്നില്ല. പാലക്കാട്ട് 2 കൊലപാതകങ്ങൾ നടന്നു. അതിൽ ഒരു ഭാഗത്ത് മാത്രമാണ് എവിടെ നിന്നത്? സംഘപരിവാർ പ്രതിനിധി കൊല്ലപ്പെട്ടെടുത്ത് മാത്രമാണ് പോലീസ് വളരെ തീക്ഷ്ണമായി അന്വേഷണം നടത്തിയത്. മറ്റേത് വളരെ ദുർബലമായി കിടക്കുന്നു. ആലപ്പുഴയിൽ 2 കൊലപാതകം ഉണ്ടായി. ആദ്യത്തെ കൊലപാതക കേസ് ഇതുവരെ കുറ്റപത്രം കൊടുത്തിട്ടില്ല, ആരെയും നിയമിച്ചിട്ടില്ല. ശരി. അപ്പുറത്തെ കേസ് 25 പേരെയും കൊല്ലാൻ തീരുമാനിച്ചു. വധശിക്ഷയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും 1-2 ആളല്ലേ കൃത്യം നടത്തുക? ഇത് വാഹനത്തിന് പാർക്ക് ചെയ്യാൻ സൗകര്യം കൊടുത്തവൻ അങ്ങനെ കൊടുത്ത് എല്ലാത്തിനും കൊല്ലാൻ തീരുമാനിച്ചു. കേരളത്തിൽ ഓരോരോ കേസുകൾ എടുത്ത് നിങ്ങൾ നോക്കൂ. അപ്പോഴാണ് ഈ അൻവർ പറയുന്നതും പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചതുമായ കാര്യങ്ങളെ വെച്ച് നമ്മൾ സംസാരിക്കണം. ഇന്ന് RJD പറഞ്ഞില്ലേ, നിങ്ങൾ എന്റെ നേരെ മാത്രം വരില്ലേ? RJD പ്രതിനിധി വളരെ കൃത്യമായി പറഞ്ഞു, ഈ പോലീസിന്റെ തലപ്പത്തുള്ളവരൊക്കെ റിട്ടയർഡ് ചെയ്താൽ എവിടേക്കാണ് പോകുന്നത്? കേരളത്തിന്റെ തന്നെ 2 DGPമാർ പോയ വഴി നമുക്കറിയാം. അതുപോലെ തന്നെ കേരളത്തിലെ 2 SP-മാർ പോയ വഴി അറിയാം. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു DYSP പോയ വഴി നമുക്കറിയാം. എല്ലാ സ്റ്റേറ്റിലും UP-യിലെ DGP ആയിരുന്ന ദീക്ഷിത്, അദ്ദേഹം പോയ വഴി അറിയാം. സൈനിക മേഖലയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നവർ പോകുന്നത് സംഘപരിവാറിലേക്കാണ്. സംഘപരിവാറിനെ സംബന്ധിച്ചോട് ഞാൻ പറയട്ടെ, ഈ ഹൊസബുള്ള എന്നൊരു മനുഷ്യനെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല, ആർക്കും കഴിയില്ല. അത്രമാത്രം ഇമ്മൻസ് പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ റാം മാധവും അവര് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ പോലീസ് സേനയിൽ സംഭവിക്കുന്നത് എന്താണ്? ഇത് ഭയപ്പാടുണ്ടാക്കില്ല ആളുകൾ. ശരി ശരി, അതല്ലേ ഞാൻ പറയുന്നു. എല്ലാം ഭയപ്പാടിന്റെ അന്തരീക്ഷം എന്നുള്ളതാണ് ആരോപണം. ശ്രീ ഉല്ലാസ് ബാബു CPM-നെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ അണിനിരക്കുന്ന പ്രസ്ഥാനം BJP അല്ല, CPM ആണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായും നിങ്ങൾക്ക് വലിയ തോതിൽ ഇവിടേക്ക് വളർന്ന് കയറാൻ പറ്റാത്തതും. പക്ഷേ മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്നൊരു സൂചന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും മനസ്സിലാക്കിയതാണ്. CPM-നെ സംബന്ധിച്ച് CPM എടുത്തിട്ടുള്ള ചില സമീപനങ്ങളിൽ പാർട്ടിയിലെ ഭൂരിപക്ഷ മതവിഭാഗക്കാർക്ക് അതൃപ്തി ഉണ്ട് എന്ന് പലരും പറയാതെ പറയുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കി അവര്
ഒരു നിലപാടൊക്കെ മാറ്റിയാൽ നോക്കൂ, കേരളത്തിൽ 1987-ൽ 2011-ൽ ഓരോ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ, പഴയ കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു വാചകം ഉണ്ടല്ലോ, ആ മറ്റുള്ള ഒരു പൊളിറ്റിക്സ് കളിച്ചാൽ CPM-ന് റിവൈവ് ചെയ്യാമെന്ന് തോന്നലുണ്ടെങ്കിൽ അവരതും ചെയ്യും. നിങ്ങളാണ് അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് പുറകോട്ട് പോവുക. ഭയപ്പെടേണ്ട അഭിലാഷേ, ഒരു സംശയമുണ്ട്. ഇന്ത്യ മഹാരാജ്യം 3ാം തവണയും ഞങ്ങൾക്ക് ഭരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും സർക്കാരിൻ്റെ കൃത്യമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ഇവരുടെ ഈ സ്ഥാപിത താല്പര്യക്കാർ തമ്മിൽ തല്ലുകയും ഇവർ മലപ്പുറത്തെ വെച്ചും കോഴിക്കോടിനെ വെച്ചും ഇപ്പുറത്ത് സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ അതിൻ്റെ കുഴൽപ്പണവും അതിൻ്റെ പണം യാത്ര ചെയ്യലൊക്കെ ഇവർ പറഞ്ഞല്ലോ. പിണറായി വിജയൻ കേസെടുത്തില്ല എന്ന് ശബരിനാഥ് പറഞ്ഞു. പിണറായി വിജയൻക്ക് എൻ്റെ സർക്കാർ ആ കാശ് പിടിച്ചിട്ടുള്ളതാണ്, കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്ര കാലം അത് മൂടി വെച്ചിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത് മൂടി വെച്ചിരിക്കുന്നത്? അവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ അപജയം ഞാൻ നേരത്തെ പറഞ്ഞു കൃത്യമായി സംഭവിച്ചിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ അപജയം സംഭവിക്കുന്നു എന്ന് വളരെ കാലം മുൻപേ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. തൃശ്ശൂരിൽ ഞങ്ങൾ ജയിച്ചത് ഹിന്ദു പാർട്ടി ആയതുകൊണ്ടല്ല. തൃശ്ശൂരിൽ ഞങ്ങൾ ജയിച്ചത് സമസ്ത മേഖലകളിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നടത്തിയതുകൊണ്ടും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനവും ഞങ്ങളുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനവുമാണ്. അത് ഭാവിയിൽ കേരളത്തിലും സംഭവിക്കും. ഇടതുപക്ഷത്തിൻ്റെ പരാജയം ഇപ്പോൾ നോക്കൂ, ഇടതുപക്ഷത്തിന് സത്യസന്ധരായ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോകാൻ സ്ഥലമില്ല. അവർ വരുന്ന സ്ഥലമാണ് CPIM-ൽ നിന്ന് സത്യസന്ധരായിട്ടുള്ള സഖാക്കന്മാർ വരുന്ന സ്ഥലമാണ് BJP എന്ന് പറയപ്പെടുന്നത്. ഭാവിയിൽ അത് സംഭവിക്കും, നിങ്ങളൊരു സംശയമില്ലല്ലോ. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. രണ്ട്, സംഘപരിവാറിനെ ഒറ്റ കാര്യം കൂടി ശ്രീ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ശ്രീ ബഹുമാനായിട്ട് ശബരിനാഥ് അങ്ങ് ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ VD സതീശനും സംഘ ബന്ധമുണ്ടെന്നേ. നിങ്ങൾ ADGP-നെ പുറത്താക്കാൻ പറയുന്ന സമയത്ത് VD സതീശനോട് പുറത്താക്കാൻ പറ. ബഹുമാനനായിട്ടുള്ള പ്രണബ് കുമാർ മുഖർജി, ബഹുമാനരായിട്ടുള്ള ശ്രീ നെഹ്റു, ബഹുമാനരായിട്ടുള്ള പരിപാടികളിൽ ജനപ്രതിനിധികൾ വരുന്നത് അത്യപൂർവമായ സംഭവവികാസമാണ്. 2, 3, 4 പരിപാടികൾക്ക് വന്നിട്ടുണ്ടെന്ന്. അതിലെന്താ കുഴപ്പം? ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ചർച്ചയാക്കിയതിന്റെ പൊളിറ്റിക്സ് ഒന്ന്, അതായത് അവിടെയാണ് നമ്മൾ സെലക്റ്റീവ് കൂടിക്കാഴ്ച രഹസ്യമായി നടത്തുന്നത്. ദത്താത്രേയ ഹോസബലയും MR അജിത് കുമാറും കൂടിക്കാഴ്ച നടത്തിയത് പോലെയാണോ VD സതീശൻ ഒരു പൊതുപരിപാടിക്ക് വന്നത്? തവണ വന്നിട്ടുണ്ടെന്ന് അഭിലാഷിന് അറിയാമോ? എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞ അഭിലാഷ് ഒരു കാര്യം മനസ്സിലാക്കും. സെലക്റ്റീവ് പൊളിറ്റിക്സ് അതാണ്. സെലക്റ്റീവ് പൊളിറ്റിക്സ് ഒറ്റ കാര്യം ശബരിനാഥ് ഒറ്റ മിനിറ്റ്, ഒറ്റ സെക്കൻഡ്, ഒരൊറ്റ കാര്യം അഭിലാഷ്. ഈ സെലക്ടീവ് പൊളിറ്റിക്സിൽ VD സതീശൻ കാണിച്ച സൂത്രപ്പണിയാണ് ഇടതുപക്ഷ വലതുപക്ഷത്തിന്റെ അഭ്യാസം എന്ന് പറയപ്പെടുന്നത്. കൊലപാതകവുമാണോ, അതേപോലെ സ്വർണം പൊട്ടിക്കലാണോ, അതുപോലെ കാശ് പൊട്ടിക്കലാണോ, അതേപോലെ തന്നെ നിരവധി വിഷയങ്ങൾ അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒരു ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരു സംഘപരിവാറിന്റെ ഒരു നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തിയെ ADGP കണ്ടു എന്നുള്ള വിഷയമാണോ, ഈ കൊലപാതകവുമാണോ ഏറ്റവും കൂടുതൽ മെറിറ്റിൽ ചർച്ച ചെയ്യേണ്ടത്? അവിടെ സതീശൻ പിണറായി വിജയന് സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലീഡിട്ട് കൊടുക്കുകയാണ്. ഈ രീതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്നുള്ളത്. അവിടെയാണ് പരസ്പര സഹായ സഹകരണ സംവിധാനമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത്. പറവൂരിൽ തോൽപ്പിക്കണമെന്ന് പ്രഖ്യാപിച്ച സംഘപരിവാർ സംഘടനകളെല്ലാം, ഹിന്ദു ഐക്യവേദിയൊക്കെ വലിയ ഒരു മൂവ്മെന്റ് നടത്തിയത് RV ബാബുവിന്റെ ഒക്കെ നേതൃത്വത്തിൽ. അദ്ദേഹം പറവൂരുകാരനാണല്ലോ. VD സതീശൻ തോൽപ്പിക്കാൻ വേണ്ടി ഈ സംഘപരിവാർ അല്ലെങ്കിൽ അതിന്റെ അനുബന്ധ സംഘടനകളെല്ലാം കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ 2016-ലാണെന്നാണ് എന്റെ ഓർമ്മ. ഈ സതീശൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ 100% തോൽപ്പിക്കാൻ രംഗത്ത് വരുമല്ലോ, പിന്നെ സതീശൻ രംഗത്ത് വരും. ഒരു ഇന്ത്യൻ പൗരനെ കണ്ടു എന്നുള്ളതിൽ വലിയ ചർച്ചയാക്കുന്നതിനപ്പുറത്ത് അൻവർ പറഞ്ഞ മറ്റു വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയത്തിലൊന്നും ശരി. ഡോക്ടർ പ്രേംകുമാർ, CPM-ന്റെ രാഷ്ട്രീയ ലൈനിൽ മാറ്റമുണ്ടോ, ഒരു ഷിഫ്റ്റ് ഉണ്ടോ? മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ദ ഹിന്ദു അഭിമുഖത്തിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ച സ്വർണം, മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ച പണം, ഇത് വളരെ സ്പെസിഫിക് ആയ ഒരു ജില്ലയുടെ പേര് തിരിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ പല എയർപോർട്ട് വഴിയും സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ട്. തിരുവനന്തപുരം എയർപോർട്ട് വഴിയാണ് നമ്മുടെ ഏറ്റവും പ്രമാദമായ സ്വർണ്ണക്കടത്ത് നടന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നുണ്ടാവും, കുഴൽപ്പണ ഇടപാട് നടത്തുന്നുണ്ടാവും, ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടാവും. അത് പറ്റുന്നത് പോലീസ് ക്രാക്ക് ചെയ്യുന്നുണ്ടാവും. അതും ഒരു പ്രദേശവും തമ്മിൽ എങ്ങനെയാണ് ഇഴചേർത്ത് പരിശോധിക്കാൻ കഴിയുക? ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ട് മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളത് കൊണ്ട് ആ വിമാനത്താവളത്തിലൂടെ വരുന്ന പണമെല്ലാം ഒരു പ്രത്യേക ജില്ലയുമായി ബന്ധപ്പെട്ടതാവണം എന്നില്ലല്ലോ. അപ്പോൾ
പി.വി. അൻവർ ചില വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ പി.വി. അൻവറിന്റെ മതത്തെയും പി.വി. അൻവറിന്റെ സ്ഥലത്തെയും അതിൽ ലിങ്ക് ചെയ്ത് ദേശവിരുദ്ധത എന്ന എലമെന്റ് കൂടി ചേർത്ത് മുഖ്യമന്ത്രി പറയുന്നത് അസ്വാഭാവികമാണ്. ഒന്ന്, പിണറായി വിജയൻ ഒരിക്കലും ഒരു ലൂസ് സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന ആളല്ല, ഒന്നും അറിയാതെ വായിൽ നിന്ന് വീഴുന്ന ആളല്ല, കാൽക്കുലേറ്റഡ് ആയിട്ടല്ലാതെ സംസാരിക്കുകയോ ചെയ്യാത്ത ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ദ ഹിന്ദുവിന് കൊടുത്തിട്ടുള്ള ആ അഭിമുഖത്തിലെ ആ വാചകങ്ങൾ അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതല്ല, ഒരു ടങ് സ്ലിപ്പ് അല്ല, വളരെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ് അതിന്റെ ഉദ്ദേശം? അല്ല, എന്താണെന്നറിയോ, നിങ്ങൾ ഇതിൻ്റെ അകത്ത് അതിഭീകരമായ കോൺസ്പിറസി ലൈനിൽ റീഡ് ചെയ്യുന്നതാണ്. ഇത് മാത്രമല്ല, ഒരു കണക്കൂടെ എനിക്ക് പറയാനുണ്ട്. അതായത് ആ ഇൻ്റർവ്യൂവിൻ്റെ ടൈറ്റിലും അതിൻ്റെ ഫോക്കസും എന്താണെന്ന് CPIM എന്നുള്ള പാർട്ടിയാണ് ഇന്ത്യയിലും കേരളത്തിലും സംഘപരിവാറിനെതിരെ ഏറ്റവും കണിശമായ നിലപാടെടുക്കുന്നതെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അതിൽ പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു ഫാക്റ്റാണ് കാലിക്കറ്റ് എയർപോർട്ട് വഴി നടക്കുന്ന കാര്യങ്ങൾ. യെസ്, മലപ്പുറം ജില്ലയിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. മലപ്പുറം ജില്ലയിൽ ഇത്ര കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കണക്കൂടെ പറഞ്ഞോട്ടെ. പി.വി. അൻവർ നിരന്തരം പറയുന്ന ഒരു കാര്യം, അൻവറിൻ്റെ കൂടെയുള്ള ആളുകളും പറയുന്ന ഒരു കാര്യം, മലപ്പുറം ജില്ലയിലെ ക്രിമിനൽ കേസുകളുടെ എണ്ണം വല്ലാതെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ADGP അജിത് കുമാറും പിണറായി വിജയനെല്ലാം കൂടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കണക്കുകൾ പരിശോധിച്ചിട്ടുണ്ടോ? 2021 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ FIR രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലാണ്. 1,28,916 കേസുകൾ. 7ാം സ്ഥാനത്താണ് മലപ്പുറം. മലപ്പുറത്തുള്ളത് 21,159 കേസുകളാണ്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് 2015 ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് 39,700 കേസുകൾ. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കുറച്ച് ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് 2017 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പം 12,156 കേസുകൾ. അതായത് 1,28,000 കേസുകൾ തിരുവനന്തപുരത്തും 21,159 കേസുകൾ മലപ്പുറത്തുമുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ADGP അജിത് കുമാറും പിണറായി വിജയനും ചേർന്നിട്ട് മലപ്പുറത്തെ ഏറ്റവും കൂടുതൽ കേസുള്ള ജില്ലയാക്കി അവതരിപ്പിക്കുന്നു എന്നുള്ളത്. ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തു എന്നാണ് പറയുന്നത്. ന്യൂഡൽഹിയിൽ നിന്ന് കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ്. ആ പത്രത്തിന്റെ പേര് ഹിന്ദു എന്നാണെങ്കിലും നമ്മളൊക്കെ തമാശയോടെ പറയാറുള്ള ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നാണ്. ടൈംസ് ഓഫ് ഇന്ത്യക്കല്ല കൊടുക്കുന്നത്, സംഘപരിവാറിന്റെ പത്രത്തിനല്ല. അതിൽ കൃത്യമായിട്ട് വലിയൊരു ടോക്കിനിടയിൽ കുറെ കാര്യങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ ഒന്ന് ശ്രീ പ്രേംകുമാർ, താങ്കൾ ഈ പറഞ്ഞ കണക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കൂ. മന്ത്രി അബ്ദുറഹ്മാൻ അടക്കം കേസുകൾ കൂടുന്നതിനെ കുറിച്ച് സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രി അടക്കം അസംതൃപ്തി തുറന്നു പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മലപ്പുറം ജില്ലയ്ക്ക് 7ാം സ്ഥാനമേ ഉള്ളൂ എന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ വളരെ ആക്റ്റീവായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കണം, അല്ലെങ്കിൽ സർക്കാർ അത് വിശദീകരിക്കണം. നല്ല കാര്യം. പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം വിശദീകരിക്കുന്നതിനിടയിൽ ഒരു ജില്ലയുടെ പേര് പറയുകയും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം വരുന്നത് എന്ന് പറയുകയും ചെയ്യുന്നത് വളരെ നിഷ്കളങ്കമായിട്ടാണെന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? അല്ലൊരു കാര്യമുണ്ട്. അതായത് മലപ്പുറം ജില്ലയിലെ പോലീസ് ഇടപാടുകൾ, പോലീസിന്റെ ആക്ഷനെതിരെയാണ് പി.വി. അൻവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് കസ്റ്റംസും മലപ്പുറം ജില്ലയിലെ ഡാൻസ് ഓഫും തമ്മിലൊരു നെക്സസ് ഉണ്ടെന്നായിരുന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്നത് കേരളത്തിലുള്ള സകല പാർട്ടികളും തമ്മിൽ നെക്സസ് ഉണ്ടെന്നാണ്. BJPയും പിണറായി വിജയനും ശബരിനാഥും ഷാഫി ചാലിയും എല്ലാവരും തമ്മിൽ കൂട്ടുകച്ചവടമാണ്, ഞാൻ മാത്രമാണ് ഇതിന്റെ മുകളിൽ നിൽക്കുന്നതെന്നാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇദ്ദേഹത്തിന്റെ എല്ലാ ഡിസ്കഷനിലും വരുന്ന കോൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യം സ്വർണം എന്നുള്ളത് മാത്രമാണ്. ഇന്നലെ ഒടുവിൽ പുലിയുടെയും ആനയുടെയും കഥ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയുന്നത് റോഹിംഗ്യൻ അഭയാർത്ഥികൾക്കെതിരെയുള്ള ആക്ഷന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് സ്വർണ്ണ ഖനനമായിരുന്നു എന്നാ. അതായത് നിലമ്പൂരിലാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം ഉള്ളത്, വയനാട്ടിലാണ് പണ്ട് സ്വർണ്ണ ഖനനം നടന്നിരുന്നത്. എന്ത് പറഞ്ഞാലും പി.വി. അൻവർ വിചിത്രമായി ചെന്നെത്തുന്നത് ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ ശബരിനാഥൻ, ഇത് ഹിന്ദുവിന്റെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയുന്ന ഉത്തരം ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണ്. ആ ചോദ്യം ഈ പോലീസ് ഉദ്യോഗസ്ഥരും സ്റ്റാഫ് അംഗങ്ങളും ഇടപെട്ട ഒടുവിലത്തെ വിവാദത്തെക്കുറിച്ചാണ്. അതായത് അൻവറിന്റെ ആരോപണം എന്ന് പറയുന്നത്, അൻവറിന്റെ ആരോപണത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത് മലപ്പുറത്ത് പോലീസ് സ്വർണം പൊട്ടിക്കൽ സംഘമായി മാറുന്നു, അതിന് ADGP പാറ്റേണായി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആരോപണം. ആ ആരോപണത്തിലുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയിലാണ് മലപ്പുറത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം പറയുന്നത്. അത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആയിട്ട് കണ്ടൂടെ? അതിനകത്ത് രാഷ്ട്രീയം കാണണോ? അതെ, ഞാൻ കൃത്യമായിട്ട് മറുപടി പറയാം. അതിനു മുമ്പ്
BJP-യുടെ ശ്രീ ഉല്ലാസ് ബാബു ശ്രീ VD സതീശനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ ഭാരതീയ വിചാര കേന്ദ്രയുടെ പ്രോഗ്രാമിന് അദ്ദേഹം പോയതും അതിനു മുമ്പ് തിരുവനന്തപുരത്ത് അതേ പ്രോഗ്രാമിൽ ശ്രീ VS അച്യുതാനന്ദൻ പോയ കാര്യങ്ങൾ പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കാലങ്ങളെ അദ്ദേഹത്തിന് സംഘി പട്ടം കൊടുക്കാൻ നോക്കുന്നത് അത് ഏൽക്കുന്നില്ല. പിന്നെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ഈ BJP-യും CPM-ഉം തമ്മിലുള്ള ബാന്ധവം പോലെ CPM-കാരുടെ പൊളിറ്റിക്കൽ ക്യാപ്സ്യൂള് ഇപ്പൊ BJP-ക്കാർ പറയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഇത് പ്രേംകുമാറിനെ പോലുള്ള CPM-കാർ പറഞ്ഞാണ് ഞാൻ കേൾക്കുന്നത്. അത് BJP പറയുന്നത് നിങ്ങളുടെ ആ ഒരു ബാന്ധവം കൂടുതൽ ശക്തമായിട്ടിരിക്കട്ടെ എന്ന് പറയുന്നു. ഇനി എന്റെ പ്രധാനപ്പെട്ട പോയിന്റ്, നേരത്തെ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞു സതീശൻ സംഖ്യയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 2022 ഡോക്ടർ പ്രേംകുമാറിലെ മറ്റ് CPM-ന്റെ ഒഫീഷ്യൽ ആങ്കറുകാർ. അടുത്തത് ഇവിടെ മലപ്പുറത്തെ കേസുകൾ 2022 26,000 ക്രൈം കേസുകൾ ഉണ്ടായിരുന്നപ്പോൾ ഒരൊറ്റ വർഷം കൊണ്ട് അത് 40,000-ലേക്ക് എത്തി. ഒറ്റ വർഷം കൊണ്ട് ഏകദേശം ഡബിൾ ദ നമ്പർ ഓഫ് ക്രൈം കേസസ് ഉണ്ടായതിനെ കുറിച്ചുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള നിരീക്ഷണമാണ് പറഞ്ഞത്. അങ്ങനെ ക്രൈം കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിന് മലപ്പുറത്ത് മാത്രമായി അങ്ങനെ ഒരു വർധന ഉണ്ടായിട്ടുണ്ടോ? ഇതര ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി മലപ്പുറത്ത് മാത്രം ഒരു പെട്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന ഫിഗേഴ്സ് വന്നിട്ടുണ്ടോ? നിങ്ങൾ കണക്കുകൾ എടുത്ത് നോക്കൂ. ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വന്നത് RSS ബന്ധത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇവിടെ തീവ്രവാദ സംഘങ്ങൾ സ്വർണ്ണക്കടത്ത് നടത്തുന്നു എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ കേസ് എടുത്തില്ല എന്നല്ല പറഞ്ഞത്, കേസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ 123 കോടിയുടെ ഈ പറഞ്ഞ ഹവാല പൈസ ഉണ്ടെങ്കിൽ അതെങ്ങോട്ട് പോയി? ഇത് ആരെ ഈ പറഞ്ഞ കാരിയേഴ്സിനെ പിടിച്ചതല്ലാതെ ഒറ്റ പ്രധാനപ്പെട്ട ഡീലറെ പിടിച്ചോ? ഇന്നലെ ശ്രീ അൻവർ പറഞ്ഞതുപോലെ ഏതോ ഒരാളുടെ ഉണ്ണിക്കുട്ടൻ ആരുടെ വീട് കാണിച്ചല്ലോ, അവിടെ അറസ്റ്റോ ഒരു അന്വേഷണവും നടത്തിയോ? ഇത് എങ്ങോട്ടാണ് ഈ സ്വർണം പോകുന്നത്? പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ചയോ ഒരു ഡിസ്കഷനോ എന്തിന് കേരള പോലീസോ കേന്ദ്ര പോലീസോ എടുത്തിട്ടുള്ളോ? ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ എന്തുകൊണ്ടത് ഈ പറഞ്ഞ CBI-യോ നാഷണൽ ഏജൻസി അന്വേഷിക്കുന്നില്ല? അപ്പം അതുകൊണ്ടൊക്കെ ഡൈവേഴ്സിറ്റി ടാക്ടിക്സ് ആയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഇവർ ഈ രാഷ്ട്രീയപരമായി അടുത്തൊരു ഇലക്ഷൻ കണ്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ BJP-യും CPM മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ CPM തന്നെ കൊണ്ടുവന്നിരുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയം മലപ്പുറത്ത് അവർക്കെതിരെ തിരിഞ്ഞുകുത്തുമ്പോൾ അത് അൻവർ അടക്കമുള്ള അല്ലെങ്കിൽ പണ്ട് കോൺഗ്രസിലും മറ്റു പാർട്ടികളുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ റാഞ്ചി എടുത്തു കൊണ്ടുവന്ന് അവരെ CPM-ൽ കൊണ്ടുവന്നവരെ യൂസ് ചെയ്ത് ഒരു യൂസ് ആൻഡ് ത്രോ സംസ്കാരം വന്നപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് മന്ത്രിയായതുകൊണ്ട് ശബ്ദബഹുമാനം പോലും മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവരെല്ലാവരും അസ്വസ്ഥരാണ്. രണ്ടാമത്തെ ദിവസവും അൻവറിന്റെ ഒരു പൊളിറ്റിക്കൽ ഷോ നമ്മൾ കണ്ടു. ഇന്നലെ നിലമ്പൂരായിരുന്നെങ്കിൽ ഇന്ന് കോഴിക്കോട്. നാളെ എന്ത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി എൻ്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.